പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഞാൻ പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അസാധ്യമെന്നു ഞാൻ കരുതിയിടുമ്പോൾ, പ്രതീക്ഷയെല്ലാം തകർന്നിടുമ്പോൾ. അസാധ്യമെന്നു ഞാൻ കരുതിയിടുമ്പോൾ, പ്രതീക്ഷയെല്ലാം തകർന്നിടുമ്പോൾ. ഏകനായി മഹാത്ഭുതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട്. ഏകനായി മഹാത്ഭുതം ചെയ്യാൻ യേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം: ശിശുക്കളെപ്പോലെ ആകുവിൻ, ബിക്കം ലൈക്ക് ചിൽഡ്രൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-ാം തിരുവചനം: നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആൻഡ് ഐ സേ ടു യു, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 verse 3, truly I say to you, unless you turn and become like children, you will never enter the kingdom of heaven. Amen. നിത്യപരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ തന്നതിനായി നന്ദി പറയുന്നപ്പ, കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ഒരനർത്ഥവും ഞങ്ങളെ തൊടാതെ, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തെ സ്പർശിക്കാതെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചതിനായി നന്ദി. ആരോഗ്യത്തോടെ പ്രകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ വീണ്ടും ആകർഷിച്ചടുപ്പിച്ചതിനായി നന്ദി പറയുന്നപ്പ, പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് കർത്താവ് പറഞ്ഞ ഈ തിരുവചനം വളരെ വ്യക്തമായി നമ്മളോട് ചില യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുകയാണ്. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കുമെന്ന് റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനസ്സുബുദ്ധിക്കുള്ള രൂപാന്തരീകരണം ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പ്രഭാതത്തിൽ സംഭവിച്ച് അതോടുകൂടി അവസാനിക്കേണ്ട കാര്യമല്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ജീവിതത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരീകരണം പ്രാപിക്കുക. ഈ ഒരു ആത്മീയ പ്രവർത്തനം, ഒരു ആന്തരിക നവീകരണം നല്ലൊരു ശതമാനവും വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. 100%. അതിൻ്റെ തെളിവാണ്. എന്താ അതിൻ്റെ തെളിവ്? ഒരുവന് മറ്റൊരുവനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു കൂട്ടായ്മയ്ക്ക് മറ്റൊരു കൂട്ടായ്മയെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സമൂഹത്തിന് മറ്റൊരു സമൂഹത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അൺലെസ് യു ടേൺ ആൻഡ് ബിക്കം ലൈക്ക് ചിൽഡ്രൻ. മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ, സ്വർഗരാജ്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിക്കോദേമസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, ഒരു വീണ്ടും ജനനം. അപ്രകാരം ഒരു വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നെന്ന് കരുതി സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് ഉടുപ്പം തയ്പ്പിച്ചിരിക്കണ്ട. സ്തോത്രം. പ്രതീക്ഷയൊക്കെ കൊള്ളാം, പക്ഷേ ദൈവം നോക്കുന്നത് ഹൃദയമാണ്. അതുകൊണ്ട് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ ചാപ്റ്റർ 2 and 3 വേഴ്സസ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ
രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. 1 Peter chapter 2 and 3 verses. As newborn babes long for the spiritual milk which is without guile, that you may grow thereby unto salvation. മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. ആ ശിശുക്കളെ പോലെ ആകുന്ന പൈതങ്ങളുടെ ഒരു നിർമ്മലതയുണ്ട്. ആ ആത്മീയ ഗോളത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്ന കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു പാലുണ്ട്. സാധാരണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കാറുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുന്ന ഒരു പൈതലിന് കൊടുക്കേണ്ട ഒരു പാലുണ്ട്. ആ പാലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറഞ്ഞത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പുതിയതായിട്ട് ജനിക്കുന്ന ഒരു നവജാത ശിശുവിന് കട്ടിയായ ആഹാരം കൊടുക്കത്തില്ല നമ്മൾ, അമ്മയുടെ മുലപ്പാലേ കൊടുക്കുള്ളൂ. എന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് പുതിയതായിട്ട് ജനിക്കുന്ന ശിശുവിന് മായം ചേർക്കാത്ത പാൽ, വചനമെന്ന മായമില്ലാത്ത പാൽ. സ്തോത്രം. അപ്പാ വചനമെന്ന മായമുള്ള പാലുണ്ടെന്നർത്ഥം. സ്തോത്രം. അങ്ങനെ മായം ചേർത്ത പാൽ കുടിച്ചതുകൊണ്ടാണ് സഹോദര സഹോദരി നിന്നോട് പരിശുദ്ധാത്മാവ് തിരുവചനത്തിന്റെ സത്യം പറഞ്ഞിട്ട് നിന്റെ തലയിലോട്ട് കയറാത്തത്. കാരണം ആത്മീയ ഗോളത്തിലാണ് ഏറ്റവും കൂടുതൽ വഞ്ചനയും ചതിയും നടക്കുന്നത്. അതെപ്പോഴാണ് ഈ ചതി വരുന്നതെന്ന് അറിയാവോ? ശിശുവായിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, ദൈവവചനം തെറ്റിച്ചു പഠിച്ച് അത് വളർന്നു വന്നാലും തിരുവചനത്തിന്റെ സത്യം ഇന്നതാണെന്ന് മനസ്സിലാക്കിയാലും പാരമ്പര്യം നിന്നെ വിടത്തില്ലേ. ദൈവം ആഗ്രഹിക്കുന്ന നിർമ്മലതയിലേക്ക് നടന്നെടുക്കാൻ സാധിക്കത്തില്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ചില കുഞ്ഞുങ്ങൾ പാല് കുടിക്കത്തില്ല, അവർ പാല് തൊടത്തേയില്ല. സ്തോത്രം. ചില കുട്ടികൾ പാല് മാത്രമേ കുടിക്കുള്ളൂ. സ്തോത്രം. എത്ര പ്രായമായാലും പാല് മാത്രമേ കുപ്പിപ്പാലും കൊണ്ട് നടക്കേ. സ്തോത്രം. പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ആ പ്രായം വെച്ച് നോക്കിയാൽ നിങ്ങൾ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കേണ്ടവരാണ്. നിങ്ങളിൽ പലരും കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടവരാണ്. എന്നാൽ ഇപ്പോഴും പാലും കുടിച്ചായിരിക്കുന്നത്. കട്ടിയായിട്ടുള്ള ആഹാരം വിളമ്പുമ്പം അത് ഉൾക്കൊള്ളാതെ കണ്ട് ദൈവവചനത്തോട് മറുതലിച്ച്, സ്തോത്രം, കർത്താവിൽ നിന്ന് പുറകോട്ട് പോകുന്നവരുണ്ട്. മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, സ്തോത്രം, ഈ കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഒരു നിർമ്മല ഹൃദയമുണ്ട്. അത് നിങ്ങൾ അനുസരിക്കും. പക്ഷെ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവവചനത്തോട് മറുതലിക്കുന്നത് പോലെ അകാപട്യവും വൈരാഗ്യവും വെറുപ്പും എല്ലാം കയറി വരും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊറിന്ത്യ ലേഖനം അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. പൈതങ്ങൾക്ക് അവരുടേതായ ബലഹീനതകളുണ്ട്. സ്തോത്രം. അപ്പോൾ ആത്മീയ ഗോളത്തിൽ പൈതങ്ങളായിരിക്കരുത്. പക്ഷേ സ്തോത്രം, ഈ കുഞ്ഞുങ്ങൾക്കൊരു നിർമ്മലതയുള്ളത്, അവരുടെ ഉള്ളിൽ വൈരാഗ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. പക്ഷെ ഇപ്പോഴും നിന്റെ കുടുംബത്തിലും നീ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിലും ശിശുക്കളെ പോലുള്ള ഒരു ഹൃദയവിശാലതയില്ലല്ലോ, ഒരു നിർമ്മലതയില്ലല്ലോ. ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. അപ്പൊ ആത്മീയ പക്വത നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പല കൂട്ടായ്മകളിലും ആത്മീയ പക്വതയില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ വിഷയത്തിൽ സഭ രണ്ടായി മാറുന്നത്. അവിടെ പകയും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും എല്ലാം കയറി ക്രിസ്തുവിന്റെ പഠനത്തിൽ നിന്ന് ദൂരെ പോകും. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവം കട്ടിയായ ആഹാരം തരുമ്പോൾ അത് ഹൃദയ തുറവിയോടെ ഭക്ഷിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. അതായത് പരിശുദ്ധാത്മാവ് ദൈവം പഠിപ്പിക്കുമ്പോൾ, സ്തോത്രം, ഹൃദയ തുറവിയോടെ വചനം സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് യോഗ്യമായ രീതിയിലുള്ള ഒരു നിർമ്മല ഹൃദയത്തിന് ഉടമയായി മാറും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് 51 സങ്കീർത്തനം അതിൻ്റെ 10 തിരുവചനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം. മനം തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ ശിശുക്കൾക്കൊരു നിർമ്മല ഹൃദയമുണ്ട്. ഇങ്ങനെയാ പറയേ, പൂവിനെയും കുഞ്ഞിനെയും പാട്ടിനെയും സ്നേഹിക്കാത്തവൻ
മനുഷ്യനല്ല. ചിലർക്ക് കുഞ്ഞുങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഭക്തിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അതുങ്ങളെ കൊണ്ട് ഇവിടെ നിന്നും കൊണ്ടുപോ എന്നൊക്കെയാ ഈ ഭക്തയായ ഭക്തനും ഭക്ത സ്ത്രീയും. സ്തോത്രം. അവൾ എന്തുമാത്രം ഹൃദയകാഠിന്യം. കുഞ്ഞുങ്ങളെ മടി വന്ന് കയറി ഇരുന്ന് കളിക്കാനുള്ള ആഗ്രഹം അതുങ്ങളെ അടുപ്പിക്കത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇപ്പോൾ വീടുകളിലുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന ആരും തന്നെ ഇപ്പോഴില്ല. അഥവാ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നപ്പച്ചി, ഈ ദൂത് നിങ്ങളോടാ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദാവീദ് ഇത് പ്രാർത്ഥിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. എന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അൺലെസ് യു ബിക്കം ലൈക്ക് ലിറ്റിൽ ചിൽഡ്രൻ യു വിൽ നെവർ എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ. മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകാൻ. അപ്പോൾ ശിശുക്കൾക്കൊരു നിർമ്മല ഹൃദയമുണ്ട്. പലരുടെയും വിഷയം ഇതാണ്, നിർമ്മലമായൊരു ഹൃദയമില്ല. ബാക്കി എല്ലാ ഫിറ്റിങ്സും ഉണ്ട്, ബാക്കി എല്ലാ PhD ഉണ്ട്. പക്ഷേ നിർമ്മലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയാകാനുള്ള ഒരു PhD കയ്യിലില്ല. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. സ്തോത്രം. മനം തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആയി ഒരു നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുമ്പോൾ മാത്രമേ സ്വർഗം നമുക്കായി തരുന്ന വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നിർമ്മലമായൊരു ഹൃദയം. സ്തോത്രം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പകയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ കണ്ട് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ, ഒരു കുടുംബം. സ്തോത്രം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനാകുന്ന ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു നിർമ്മലതയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നത്. ഇതേവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ദിസ് ഈസ് ദ ടൈം. ഇപ്പോഴാണ് ആ സമയം. സ്തോത്രം. വീണ്ടെടുപ്പുകാരൻ വരാൻ ഇനി അധികം സമയമില്ല. ആനുകാലിക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് അതാണ്. അതുകൊണ്ട് നിർമ്മല ഹൃദയത്തിനുടമയായി കർത്താവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങുവിൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിച്ച വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശിശുക്കളെപ്പോലെ മനം തിരിഞ്ഞ് സ്വർഗരാജ്യത്തിന് അവകാശികളായി മനസ്സുവതിക്ക് രൂപാന്തരം പ്രാപിച്ച് അനുദിന ജീവിതത്തിൽ കർത്താവേ സ്വർഗോന്മുഖരായി യാത്ര ചെയ്യുവാൻ, ക്രിസ്റ്റോസെൻട്രിക്കായിട്ട് ക്രിസ്തു കേന്ദ്രീകൃത ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂട്ടായ്മയിൽ ശിശുക്കളെ പോലെ മനം തിരിഞ്ഞ് നിർമ്മല ഹൃദയത്തോടെ ജീവിച്ച് പകയും വെറുപ്പും വിദ്വേഷവും എല്ലാം കളഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഇന്ത്യ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും സുവിശേഷ വിരോധികൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. കർത്താവേ, അവരോട് മനസ്സലിവുണ്ടാകണമേ. അവരുടെ ഹൃദയത്തിൻ്റെ അന്ധത മാറ്റണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചന സത്യത്തെ തിരിച്ചറിയുവാനുള്ള കർത്താവേ ഹൃദയ തുറവി അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ തുരുത്തിയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി അപ്പ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായി കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ഒരു അനർത്ഥവും ഭവിക്കാതെ ഹല്ലേലൂയ അവിടുന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ ഹല്ലേലൂയ അവിടുത്തെ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. അവിടെ നൽകിയ എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ഞാൻ കരുതിയിടുമ്പോൾ, ആശ്രയമില്ലാതലഞ്ഞിടുമ്പോൾ, അനാഥയെന്നു ഞാൻ കരുതിയിടുമ്പോൾ, ആശ്രയമില്ലാതലഞ്ഞിടുമ്പോൾ, അമ്മയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട്. എൻ്റെ അമ്മയേക്കാൾ സ്നേഹം നൽകാൻ യേശുവൻ ചാരയുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഞാൻ പാടും പൂർണ്ണ മനസ്സോടെ, ഞാൻ സ്തുതിക്കും പൂർണ്ണ ഹൃദയമോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.